എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. ഒരു മനോഹരമായ വാക്യമാണിത്. ഇത് എബ്രായ ലേഖന കർത്താവ് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് എഴുതുന്ന ലേഖനമായതുകൊണ്ടാണ് പദപ്രയോഗങ്ങളെല്ലാം അവരുടെ പദപ്രയോഗങ്ങളാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയെ കൂടി ഉദ്ദേശിച്ചു വച്ചാണ് ഇവിടെ ഇത് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിന് ഇവിടെ സ്വസ്ഥത എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈജിപ്തിൽ നിന്ന് ജനത്തെ ഇറക്കി കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ സ്വസ്ഥത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കനാനിൽ ചെന്നിട്ട് അനുഭവിക്കാനുള്ള ഏതോ ഒരു പ്രത്യേകത എന്നാണ് കരുതി വച്ചിരിക്കുന്നത്. ദൈവം ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിളിച്ചിറക്കുമ്പോൾ അവരോട് പറയുന്നത്, എന്റെ ജനത്തെ ആരാധിക്കുവാനായി വിട്ടുതരിക. ഫറവോൻ ഒരുപാട് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അവസാനം 10 ബാധകളെ അയച്ചിട്ടാണ് ഇസ്രായേൽ ജനത്തെ കർത്താവ് അവിടെ നിന്ന് വിടുവിക്കുന്നത്. വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥത എന്ന് പറയുന്നത് കനാനിൽ ചെന്നിട്ട് ആരംഭിക്കാനുള്ള അല്ലെങ്കിൽ കനാനിൽ ചെന്നിട്ട് അനുഭവിക്കാനുള്ള എന്തോ ഒരു സാധനമല്ല. കനാനിലാകെ ഇസ്രായേലിന് ലഭ്യമാകാൻ 2 വസ്തുക്കളേ ഉള്ളൂ. ഒന്ന് പാല്, മറ്റൊന്ന് തേന്. പിന്നെ ലാൻഡ് കൊടുക്കും, അത് വേറെ. ഭൗതികമായി പ്രധാനമായും ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കിൽ അവർക്ക് കിട്ടുവാനുള്ളത് ഇത് 2 ഉള്ളൂ, പാലും തേനും. അപ്പൊ നിങ്ങൾ അറിയണം, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ ഇറങ്ങിയ ഇസ്രായേലിന് ചെങ്കടലിന്റെ കരയിൽ വരുമ്പോൾ അവർക്ക് ലഭ്യമായതിനേക്കാൾ എക്സ്ട്രാ ഒന്നും കനാനിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ വാസ്തവത്തിൽ സ്വസ്ഥത എന്ന് പറയുന്നത് ഇസ്രായേലിന് കിട്ടേണ്ടുന്നത് എവിടെയാണ്? ഇറങ്ങിയ ഉടനെ കിട്ടണം. കനാനിൽ ചെന്നിട്ടല്ല കിട്ടാൻ, 40 കൊല്ല യാത്ര കഴിഞ്ഞിട്ടല്ല കിട്ടാൻ. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഇസ്രായേലിന് ആ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയണം. നമുക്കറിയാം, നമ്മൾ ഈ സ്വസ്ഥത എന്ന് പറയുന്ന സാധനം പെട്ടിയിൽ അടിച്ചു വെക്കുന്ന സാധനമാണ്. റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയും. ആള് പെട്ടിയിലായതിനു ശേഷം പെട്ടിയുടെ പുറത്ത് അടിച്ചു വെക്കുന്നതാണ്. RIP എന്ന് അടിച്ചു വെച്ച് പെട്ടിയിൽ പറഞ്ഞു വിടും നമ്മൾ. പിന്നെ എവിടെ റെസ്റ്റ് ആണ്? പിന്നെ കയ്യിലിരിപ്പ് പോലെയാണ് റെസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം. ശരീരത്തിൽ ഇരുന്നപ്പോൾ എന്തു ചെയ്തു എന്നനുസരിച്ചിട്ടാണ് റെസ്റ്റ് ഒക്കെ. അത് റെസ്റ്റ് ആണോ, അവിടെ ചെന്ന് മെനകേടാണോ എന്നുള്ളതൊന്നും അറിയാൻ പറ്റത്തില്ല. അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. അത് ആൾക്കറിയാം. ആൾക്കറിയാന്ന് പറഞ്ഞാൽ വചനം എങ്ങനെ പുള്ളിക്കറിയാം, അതനുസരിച്ചിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. വചനം അറിഞ്ഞുകൂടാതെ ഒരാൾക്ക് പറയാം ഞാൻ സ്വർഗത്തിൽ പോകുന്നൊക്കെ ചുമ്മാ വീമ്പിളക്കാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ പറയുന്ന പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ സ്വസ്ഥത ലഭ്യമാകേണ്ടത് കനാനിൽ എത്തിയിട്ടല്ല, ഈജിപ്തിൽ നിന്ന് അല്ലെങ്കിൽ അടിമത്വത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടാവണം. കാരണം സ്വസ്ഥതയുടെ ആധാരമായ ദൈവം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന മഹാദൈവം, ഇസ്രായേലിന്റെ നായകനായി കൂടെ നിൽക്കുന്ന ആ അവസരത്തിൽ ഇസ്രായേലിന് സ്വസ്ഥത കിട്ടുന്നില്ലെങ്കിൽ കനാനിലും അവർക്ക് സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് സ്വസ്ഥത എന്ന് പറയുന്നത് എവിടെങ്കിലും ചെന്നിട്ട് കിട്ടുന്ന ഒന്നല്ല, അസ്വസ്ഥതയുടെ നടുവിൽ ലഭ്യമാകുന്ന ഒന്നാണ് സ്വസ്ഥത. നിങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വീക്ഷിച്ചു നോക്കൂ. അങ്ങോട്ടേക്കെങ്കിലും പോകട്ടെ, ഞാനിത് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകും കണക്കിന്. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം വിടുവിച്ചെടുക്കുകയാണ്. വിടുവിച്ചെടുക്കാൻ വേണ്ടി 10 ബാധകളാണ് കനാനിൽ അയക്കുന്നത്. ഈജിപ്തിൽ അയക്കുന്നത് 10 ബാധകൾ. 10 ബാധകൾ അയച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഒരു വീട്ടിൽ 1-ലധികം പേര് മരിച്ചു കിടക്കുകയാണ്. ഒടുവിലത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരം. ഈ കാലഘട്ടത്തിലാണ് ആ ബാധ അയക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് മരിക്കുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ. ആദ്യജാതനായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? അല്ലേ? എന്റെ വീട്ടിൽ 2 മരണം ഉറപ്പാണ്.
അല്ലേ? എന്ന് പറഞ്ഞാൽ ആദ്യജാതൻ, എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ ആദ്യജാതനാണ്. എന്റെ മകൾ എനിക്കുണ്ട്, ആദ്യജാതയായിട്ട് എനിക്കൊരു മകളുണ്ട്. ബാക്കി ഞങ്ങളെല്ലാം 3 ഡാഡി ഉണ്ട്. അപ്പൊ 3 പേരുണ്ട്, ആദ്യജാതന്മാരായി ഞങ്ങളുടെ വീട്ടിൽ 3 പേരുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഫറവോന്റെ നാട്ടിൽ അയാളുടെ കൊട്ടാരം തൊട്ട് കാരാഗ്രഹം വരെ ഉള്ളിടത്ത് ആദ്യജാതന്മാർ സംഹരിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പോലൊരു വീട്ടിൽ 3 മരണം, എവിടെ ചെന്നിരിക്കാൻ പറ്റും നമുക്ക്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, 3 ആള് മരിച്ചു കിടക്കുകയല്ല, സുഖമില്ലാതെ കിടക്കുന്ന ഈ വീട്ടിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. 3 മുറികളിലായി 3 ശവങ്ങൾ കിടക്കുന്ന ആ അന്തരീക്ഷം. ഈജിപ്തിലെ സകല കുടുംബങ്ങൾക്കകത്തും ദൈവം ന്യായവിധി അഴിച്ചുവിട്ടിട്ട് ജനത്തെ വീണ്ടെടുത്ത് കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ, കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട് പുറത്തിറങ്ങിയ ജനത്തിന് അവിടെ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയണം. പക്ഷെ ആ ജനം കനാനിൽ ചെന്നിട്ട് സ്വസ്ഥത കിട്ടുമെന്ന് ധരിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ ജനത്തെ കർത്താവ് വിളിച്ചിറക്കി. ഈജിപ്തിന്റെ ബോർഡർ കടക്കുന്നത് ഒരു ചെങ്കടൽ ക്രോസ് ചെയ്തുകൊണ്ടാണ്. ഇസ്രായേൽ മക്കൾ ഉഷാറായി ഓടി വരികയാണ്. ഓടി വരുമ്പോ നേരെ ചെന്ന് നിൽക്കുന്നത് ചെങ്കടലിന്റെ നടുവിലാണ്. ചെങ്കടലിന്റെ അടുത്ത് വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ഫറവോനും സൈന്യവും വരികയാണ്. അവന്റെ ഇരുമ്പ് രഥങ്ങളും സർവ പട്ടാളങ്ങളും സർവസന്നാഹവുമായി അവർ ഇസ്രായേലിന്റെ പുറകെ വരികയാണ്. നിങ്ങൾ ഓർക്കണം, മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോനും സൈന്യവും വരികയാണ്, അല്ലേ? ദൈവം അവർക്ക് മുകളിൽ മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി നിൽക്കുകയാണ്. ഞാൻ ഈ പറയുന്ന പർട്ടിക്കുലർ സംഭവത്തിന്റെ അവിടെ ഇസ്രായേൽ ജനത്തിന്റെ പുറകിലും ഫറവോന്റെ രഥത്തിന്റെ മുമ്പിലുമായി ദൈവസാന്നിധ്യം നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫറവോന്റെ രഥചക്രങ്ങളെ മുൻപിലേക്ക് ഓടാൻ കഴിയില്ലാത്ത വിധം താറുമാറാക്കിക്കൊണ്ട് ദൈവസാന്നിധ്യം നിൽക്കുകയാണ്. പക്ഷേ മുമ്പിലെ ചെങ്കടലും പുറകിലെ ഫറവോനെയും മാത്രമാണ് ഇസ്രായേൽ മക്കൾ കണ്ടത്. അതുകൊണ്ട് സ്വസ്ഥത അനുഭവിക്കേണ്ടുന്ന ഇസ്രായേൽ കടലിന്റെ കരയിൽ അസ്വസ്ഥരായി മിണ്ടാതെ നിന്നില്ല. അവർ പിറുപിറുത്തു. അവർ മോശയ്ക്കെതിരെ പിറുപിറുത്തു, ദൈവത്തിനെതിരെ പിറുപിറുത്തു. ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഫറവോന്റെ ലാൻഡിൽ കിടന്നാൽ മതിയായിരുന്നു. കണ്ടോ, അവർക്ക് ദൈവത്തിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. എങ്കിലും ഹൃദയത്തിനകത്ത് അവർക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കാതെ ഇവരെ കനാനിൽ കൊണ്ടുവന്നിട്ട് എന്ത് സ്വസ്ഥതയാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത്? ഈ ജനം ചെങ്കടലിന്റെ കരയിൽ നിൽക്കുമ്പോൾ ഫറവോന്റെ കയ്യിൽ നിന്ന് അവരെ വിളിച്ചിറക്കിയ ദൈവം എത്ര വലിയവനെന്ന് ഗ്രഹിക്കാതെയാണ് ഇറങ്ങിയത്. സ്വത്രം ഗ്രഹിക്കുന്നുണ്ടോ? ഉറങ്ങരുത്. ഈ ദൈവം എത്ര വലിയവനാണെന്ന് ഗ്രഹിക്കാതെയാണ് ഇറങ്ങുന്നത്. ആ ബോധ്യം നമുക്ക് വേണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. എനിക്ക് ഈ മെസ്സേജ് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഗൗരവത്തോടുകൂടി പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞ് തീർക്കും വേണം, എനിക്ക് അത്യാവശ്യമുണ്ട്. സ്വത്രം വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇറങ്ങിയ ജനത്തിന് ബോധ്യമില്ല, ഉറപ്പില്ല, ആരുടെ പിറകെ ഇറങ്ങിയെന്ന് ഉറപ്പില്ല. ഫറവോനും സൈന്യവും പിറകെ വരുന്നത് കണ്ടിട്ട് അവന് പണി ചെയ്തിരുന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞു പോയി ഈ ജനം. നിങ്ങൾ അറിയണം, അങ്ങനെ പിറുപിറുത്തു പോയ ഒറ്റൊരുത്തൻ അവസാന സ്വസ്ഥതയായ കനാനിൽ കാല് വെച്ചില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ചെങ്കടൽ നമ്മുടെ ജീവിതത്തിലുണ്ട്, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചെങ്കടലിനെ ഉണക്കി ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച് അതിന്റെ നടുവിൽ ഇതുപോലെ കാർപ്പറ്റ് വിരിച്ച് അതിന്റെ പുറത്തുകൂടി കൊണ്ടുപോകുവാൻ ദൈവം പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ആ പദ്ധതിയെ വിശ്വസിക്കാൻ കഴിയാതെ പോയ ജനം, ചെങ്കടലിനെ ഉണ്ടാക്കിയ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ പോയ ജനം, ചെങ്കടൽ ഉൾക്കൊള്ളുന്ന ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ജനം, അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. നിസാര കാര്യത്തിന് അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. അന്ന് പിറുപിറുത്ത് തുടങ്ങിയ ജനം ഈ മരുഭൂമി യാത്രയിൽ 40 ആണ്ടും അവർ അസ്വസ്ഥരായിരുന്നു. കർത്താവ് പറയുന്നു, 40 ആണ്ട് അവർ എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. ഈ ജനം നിത്യത എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്ന ആ നിമിഷം നമുക്ക് സ്വസ്ഥത ഉണ്ടാവേണ്ടതാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ നമ്മൾ അവിടം തൊട്ട് സ്വസ്ഥത അനുഭവിക്കണം. സ്വർഗനാട്ടിൽ എത്തിയിട്ടല്ല നമ്മൾ സ്വസ്ഥരാകാൻ പോകുന്നത്. പെട്ടി കയറിയിട്ട് നമ്മുടെ പെട്ടിയുടെ പുറത്തല്ല റെസ്റ്റ് ഇൻ പീസ് അടിച്ചു വെക്കാനുള്ളത്. കർത്താവിനെ രക്ഷകനായി എന്ന് നമ്മൾ സ്വീകരിച്ചോ അവിടം തൊട്ട് നമ്മൾ സ്വസ്ഥത ആരംഭിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ സ്വസ്ഥത ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
നമുക്കൊരിക്കലും ഈ കർത്താവിന്റെ അടുക്കൽ നിത്യരാജ്യത്തിൽ ചെന്നിട്ടും സ്വസ്ഥതയൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയണം. നമ്മൾ അസ്വസ്ഥരാക്കുന്ന സകല ശക്തികളെയും ജയിക്കുവാനുള്ള ദൈവകൃപ നമ്മൾ ഇവിടെ വെച്ച് പ്രാപിക്കണം. അതിനാണ് നമ്മളെ ശക്തനാക്കാനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു തരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചുമ്പോ കർത്താവ് ഓക്കെയാണ്. നിത്യതയ്ക്കുള്ള ജീവന്റെ വസ്ത്രവും നമുക്ക് തരികയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ജീവന്റെ വസ്ത്രവും തരികയാണ്. ഇനി എക്സ്ട്രാ നമുക്കൊന്നും സ്വർഗത്തിൽ ചെന്നിട്ട് കിട്ടാനില്ല. റൈറ്റ്? എക്സ്ട്രാ നമുക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആലോചിക്കണം, എന്തുകൊണ്ട് എനിക്ക് ഇവിടെ അസ്വസ്ഥമായി പോകുന്നു? അല്ലേ? രോഗം നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യമില്ല. ബാധ്യതകൾ നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യമില്ല. പിശാച് നമ്മളെ അസ്വസ്ഥമാക്കാൻ വേണ്ടി നമുക്കെതിരെ ഇടുന്ന സകലത്തെയും കാണുവാനും തിരിച്ചറിയുവാനുമുള്ള ഒരു ദൈവകൃപ നമുക്കുണ്ടാകണം. പിശാച് നമ്മളെ അസ്വസ്ഥനാക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ സ്വസ്ഥനായി തുടരണം. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് 40 ദിവസം ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പിശാച് വന്ന് യേശുവിനെ അസ്വസ്ഥനാക്കാൻ വേണ്ടി ആദ്യത്തെ ചോദ്യം, വിശക്കുന്നുണ്ടല്ലേ? അല്ലേ? നമ്മൾ വിചാരിക്കും എന്തെങ്കിലും പുള്ളി കരുതി വെച്ചിട്ടായിരിക്കും വന്നതെന്ന് വിചാരിക്കും. വിശക്കുന്നുണ്ടല്ലേ? 40 ഉപവാസമൊക്കെ ഇരുന്ന് ഉഷാറായിട്ട് എഴുന്നേറ്റല്ലേ? കല്ലപ്പമാക്കി ഞാൻ 1 ലോഡ് ഹോളോ ബ്രിക്സ് ഇറക്കി തരാം, അപ്പമാക്കി കഴിക്കുക. അല്ലേ? ഒരിക്കലും എന്നെ നിങ്ങളെ പോലുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കില്ല ഇത് പിശാചിന്റെ തന്ത്രമാണെന്ന്. 40 ദിവസം ഉപവസിച്ചെഴുന്നേൽക്കുന്ന യേശുവിനെ ആദ്യം ആ വിശപ്പിൽ തന്നെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. 2, ഐഡന്റിറ്റി ചോദ്യം ചെയ്യുകയാണ്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമാക്കി കഴിക്കുക. കണ്ടോ? കൃത്യമായി ക്രിസ്തുവിന് അവിടെ അസ്വസ്ഥനാകാം. ആ ചോദ്യം അങ്ങനെയാണ് വരുന്നത്. 40 ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. യേശു ദൈവപുത്രനാണെന്ന് വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല, കർത്താവിന് നന്നായിട്ട് അറിയാം. ഒരു മഹാദൗത്യം ഏറ്റെടുത്താണ് ക്രിസ്തു മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. സാധാരണ മനുഷ്യന്റെ വേഷം കെട്ടി കർത്താവ് ഈ ഭൂമിയിൽ നിൽക്കുന്നത് മാനവകുലത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ ക്രിസ്തു ഉപവാസം കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ പിശാചിന്റെ ആദ്യത്തെ ചോദ്യം, വിശക്കുന്നുണ്ടല്ലേ? അല്ലേ? കല്ലപ്പമാക്ക്. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമാക്ക്. അല്ലേ? വിശപ്പുണ്ട്. കല്ലപ്പമാക്കുന്നത് കൊണ്ട് 2 ഉപയോഗമാണ്. ഒന്ന്, ഇവന്റെ മുമ്പിൽ തെളിയിക്കുകയും ചെയ്യാം ഞാൻ ദൈവപുത്രനാണെന്ന്. 40 ദിവസം ഞാൻ ചുമ്മാതൊന്നും അല്ല ഇരുന്നത്, കണ്ടോ നീ കൃപ? കല്ലപ്പമാക്കിയിരുന്നെങ്കിൽ അതോടുകൂടി കർത്താവിന്റെ പണി തീർന്നേനെ. കർത്താവോടെ വചനം പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. വചനം ചുമ്മാതല്ല കാണാതെ പഠിക്കാൻ പറഞ്ഞത്. ഈ വചനം നമ്മുടെ കയ്യിൽ വേണം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളത്. മറ്റെന്ത് ആഹാരം കഴിച്ചാലും അതിന് ജീവൻ ഉണ്ടാവില്ല, അതിന് ചൈതന്യം ഉണ്ടാവില്ല. ഇത് ജീവനുള്ളത്, ചൈതന്യമുള്ളത്, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത് എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും കടത്തി വെട്ടാൻ കഴിയുന്നത്, ഏത് പ്രതിസന്ധിക്ക് അകത്തുകൂടെയും കടക്കാൻ കഴിയുന്നത്ര ഷാർപ്പ്നെസ് ഇതിന്റെ എഡ്ജസിനുണ്ട്, ഇതിന്റെ വായ്ത്തലയ്ക്കുണ്ട്. അതിന്റെ മുമ്പിൽ വീഴാത്തൊരു പ്രശ്നമില്ല. ആ വാളിന്റെ മുമ്പിൽ നേരെ നിൽക്കുന്ന ഒരു ശക്തിയും ഈ ഭൂപ്പരപ്പിലില്ല. ലാസറിനെ കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തേക്ക് വിളിച്ചു വരുത്തിയ, ഇവിടെ കയറി വരിക, പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് ആ ദൈവത്തിന്റെ വചനമാണ്. അത്രയും നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കല്ലറ വിളർത്തി പുറത്തു കൊണ്ടുവരേണ്ട വല്ല ആവശ്യവും നിങ്ങൾക്കുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർക്ക് ഇല്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ അസ്വസ്ഥരാകുന്നത്? കർത്താവ് ഒരിക്കൽ പറയുന്നു, നിങ്ങൾ ദൈവശക്തിയെയും ദൈവവചനത്തെയും കുറിച്ച് അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. യെസ്, എക്സാക്ട്ലി. വചനം പഠിക്കാൻ പറഞ്ഞ പോലും നമുക്ക് പഠിക്കാൻ വയ്യ. 2 ആഴ്ചയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. സ്തോത്രം. അത് കറക്റ്റായിട്ട് പഠിക്കണം, അതിനകത്ത് ഒരു സംശയമൊന്നുമില്ല. നിങ്ങളൊക്കെ ഭയങ്കര തിരക്കുള്ളവരാണെന്ന് എനിക്കറിയാം, അല്ലേ? പണ്ടത്തെ ഉമ്മൻചാണ്ടിയേക്കാളും തിരക്കുള്ളവരായിരുന്നു നിങ്ങളെന്നും. പ്രത്യേകിച്ച് ഒരു പിണ്ണാക്ക് നിങ്ങളെ കൊണ്ട് നടക്കില്ലെന്നും എനിക്ക് ബോധ്യമുണ്ട്, അല്ലേ? ശനിയാഴ്ച രാത്രി ഇട്ടാലും നിങ്ങൾ പഠിക്കും, എനിക്കറിയാം. കാരണം നിങ്ങൾ ഞായറാഴ്ച രാവിലെയാണ് പഠിക്കുന്നത്. അത്ര ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക്. പലരും ഇങ്ങോട്ട് വരുന്ന വഴിയിലാണ് പഠിക്കുന്നത്. വെറുതെ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ വിചാരം എന്നെ സൂചിപ്പിക്കാതാണ്. എനിക്ക് നിങ്ങൾ വാക്യം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. പക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ പെടുമ്പോൾ വേറെ ആരും വാക്യം പറഞ്ഞു തരാൻ വരൂല, നിങ്ങൾ തന്നെ പറയണം, അല്ലേ? അതിനാണ് നമ്മൾ ഈ വാക്യം പഠിക്കുന്നത്. ജീവനുള്ളത്, ചൈതന്യമുള്ളത്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധി. കണ്ടോ? 3 ഭാഗങ്ങളും വരികയാണ്: പ്രാണൻ, ആത്മാവ്, സന്ധി, മജ്ജ.
അവകളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലും. നമുക്ക് രോഗസൗഖ്യത്തിന് ആവശ്യമാണെങ്കിൽ അത് അവിടെ തുളച്ചു ചെല്ലും. പാപത്തിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ അവിടെ തുളച്ചു ചെല്ലും. നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോയെങ്കിൽ അവിടെ തിളച്ചു ചെന്ന് നമ്മളെ ശക്തനാക്കും. നമുക്ക് ഏത് ആവശ്യത്തിനാണ് അത് ആവശ്യം, അവിടെ ആ വചനം ഇറങ്ങിച്ചെല്ലും. നമ്മളെ ശക്തീകരിക്കുന്നതാണ് ആ വചനം. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കും. നമ്മൾ ചിന്തിച്ചു പോയത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ച് തരുന്നതാണ് ആ ദൈവത്തിന്റെ വചനം. അത്ര ക്വാളിറ്റി ഉള്ളതാണ് ദൈവവചനം. അത് ദൈവവചനത്തിന്റെ സവിശേഷതയാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ വചനം ഓരോന്നായിട്ട് നമ്മൾ പഠിക്കണം. നിങ്ങളല്ല, നമ്മൾ പഠിക്കണം. വചനം ശരിക്ക് പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. ഈ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, നമുക്ക് ശക്തി തരുന്നത്. നിങ്ങൾ എത്ര വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അല്ലെ? വായിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തുണ്ടൊക്കെ തന്നിരുന്നു. നിങ്ങൾ എത്ര പേര് തുണ്ട് വീട്ടിലുണ്ടെന്നൊന്നും എനിക്കറിയില്ല, അല്ലെ? ചോദിക്കണോ വേണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ ആലോചിക്കട്ടെ, ചോദിക്കാം. ചുമ്മാ വായിച്ചുകൊണ്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ രാത്രിയിലൊക്കെ ബൈബിൾ ക്ലാസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ വരണം. സ്തോത്രം. തിരക്കുകളൊക്കെ കളഞ്ഞിട്ട് എത്തണം. ദൂരെ ആണെങ്കിലും എത്തണം. ഒരു പാർട്ടി ദൂരെ ആണെങ്കിലും വരാൻ വേണ്ടി ബൈക്കൊക്കെ മേടിച്ചതാണ്, പുള്ളിയെ കാണാനില്ല. സ്തോത്രം. കാറിലാവുമ്പോൾ ഒരുപാട് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരണം, ഒരുപാട് പെട്രോൾ ആവും എന്നൊക്കെ പറഞ്ഞ് ബൈക്ക് മേടിച്ചതാണ്. അത് വിറ്റോന്നറിയില്ല. സ്തോത്രം, അല്ലേ? ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലേ? ബാക്കിയുള്ള എല്ലാവരെയും കാണാം, നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഈ ആഴ്ച കൊണ്ട് ബൈബിൾ ക്ലാസ് ഒക്കെ ഉണ്ട്, തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കും. ഇന്നും രാത്രി ബൈബിൾ ക്ലാസ് ഉണ്ട്. സ്തോത്രം. അപ്പൊ ഗൗരവമായ കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പറയാ, അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിന്റെ അവിടം തൊട്ട് നിങ്ങൾ ക്രൂശ് വരെ നിങ്ങൾ നോക്കൂ. യേശു ഉപവസിച്ച് എഴുന്നേൽക്കുമ്പോഴും ഈ ചോദ്യം വരുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലപ്പമാക്ക്. ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോഴും ഇതേ ചോദ്യം വരികയാണ്, ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. ഇറങ്ങി വരാനാണോ കർത്താവ് മെനക്കെട്ടിഞ്ഞ് വന്നത്? മെനക്കെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 കൊല്ലം ജീവിച്ചിട്ട് ക്രൂശിൽ കയറി കിടക്കുന്ന കർത്താവിനോട് ചെകുത്താൻ ആള് വെച്ച് പറയുകയാണ് ഇറങ്ങി വരാൻ. കർത്താവിന് ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് പറയാ, കർത്താവെ, യവന്മാർ പറയുന്നത് എന്താണെന്ന് യവന്മാർക്ക് എന്നെ മനസ്സിലാവുന്നില്ല. യവന്മാരോട് ക്ഷമിക്കണേ കർത്താവേ. കാര്യം ചെകുത്താനാണ് യവന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇവര് പറയുന്നത് എന്താണെന്ന് യവന്മാർക്ക് ബോധമില്ല. ഞാൻ വന്നത് എന്തിനാണെന്ന ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ക്രൂശിൽ കിടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് സ്വന്തം തോളിൽ തല ചായ്ച്ചുകൊണ്ട് മരിക്കുന്ന ക്രിസ്തു. ഒരിക്കലും അങ്ങനെ മരിക്കരുതെന്ന് ആഗ്രഹിച്ചതാണ് ചെകുത്താൻ. ക്രിസ്തു ജനിച്ചതിന്റെ അന്നു മുതൽ പുറകെ നിൽക്കുകയാണ് പിശാച്. ഏതു വിധേനയും കർത്താവിനെ ഈ ഉദ്യമത്തിൽ നിന്ന് പുറകോട്ട് തള്ളിക്കാൻ വേണ്ടി. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഒരൊറ്റൊരിടത്ത് ക്രിസ്തു അസ്വസ്ഥനായില്ല. ഒറ്റൊരിടത്ത് ക്രിസ്തു അസ്വസ്ഥനായില്ല. ആകെ ഒരിടത്ത് ക്രിസ്തു അസ്വസ്ഥനായി. ഒന്നല്ല, രണ്ടിടത്ത് അസ്വസ്ഥനായി. അത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ലാസറിന്റെ വീട്ടിൽ ചെല്ലുമ്പം കർത്താവ് അസ്വസ്ഥനായി. കാരണം മറ്റൊന്നല്ല, ഈ ജനത്തിന് ഇപ്പോഴും മനസ്സിലായില്ല, കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് ഇപ്പോഴും കഴിയുമെന്ന് ഈ ജനത്തിന് വിശ്വാസമില്ല. അത് കണ്ടപ്പോൾ കർത്താവിന് ഒരു ചെറിയ അസ്വസ്ഥത തോന്നി. നമ്മളെ കണ്ടാൽ കർത്താവിന് അസ്വസ്ഥത തോന്നും കേട്ടോ. നമ്മുടെ ഇരിപ്പും മറ്റുമൊക്കെ കണ്ടാൽ കർത്താവിന് എനിക്ക് പോലും തോന്നും. അപ്പൊ കർത്താവിന് അസ്വസ്ഥത തോന്നും. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നും ഗുണം പിടിച്ചവരാണെന്നും ഒക്കെ അഭിമാനിക്കുകയും നമ്മുടെ വർത്തമാനവും നമ്മുടെ നിലപാടുകളും ഒക്കെ കണ്ടാൽ ഞെട്ടിപ്പോവും. സ്തോത്രം. വചനം ഇരുന്ന് പഠിക്കണം, മെനക്കെട്ടിരുന്ന് വചനം പഠിക്കണം. പഠിച്ചേ പറ്റൂ. അല്ലാതെ ഇത് തലേണയ്ക്ക് ചുമട് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊക്കം കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനമല്ല ബൈബിൾ എന്ന് പറയുന്നത്. അതിനടുത്ത് വെക്കുക, അതിന്റെ പുറത്ത് തലേണ വെക്കുക, കിടക്കുക. അപ്പൊ നമ്മുടെ വിചാരം പിശാച് തൊടുകയല്ല. പിശാചിന്റെ ഇതിന്റെ എല്ലാ വേർഷനും ബൈബിൾ ഇരിക്കുകയാണ്. പിന്നാണ് നിങ്ങൾ ഒരെണ്ണം തലേണ കീഴി വെച്ചുകൊണ്ട് കിടന്നാൽ പിശാച് ഓടാൻ പോകുന്നത്, അല്ലേ? പിശാച് പിന്നെ മിണ്ടാതെ വിട്ടേച്ചും പോകുന്നത്, സമാധാനത്തോടെ കിടന്നിറങ്ങട്ടെ, ഇനി സമാധാനം ഇല്ലാത്ത നാട്ടിലല്ലേ വരാൻ പോകുന്നേ, അല്ലേ? ചിലര് വെട്ടുകത്തിയും വെച്ചോണ്ട് കിടക്കുന്നവരുമുണ്ട്. ഈ 2 വെട്ടുകത്തി കിടക്കാതെ ഒരു വെട്ടുകത്തി കിടക്കുന്നതാണ് നല്ലത്, അല്ലേ? ഈ കിടക്കുന്നതേ ഒരു വെട്ടുകത്തിയാണ്. സ്തോത്രം. പിശാചിനെ നിങ്ങൾ വരട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉണക്കമീനാണ് നല്ലതെന്ന് തോന്നുന്നു. പുള്ളി വരില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഉണക്കമീൻ വെച്ചുകൊണ്ട് കിടന്നാൽ പുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും പുള്ളി വരില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല ഇപ്പോഴത്തെ പിശാചി സൈസൊക്കെ മാറിയോന്നൊന്നും എനിക്കറിയില്ല. പണ്ടങ്ങനെ കേട്ടിട്ടുണ്ട്. സ്മെല്ലും ഉണ്ടായിരിക്കും. സ്തോത്രം. അങ്ങനത്തെ പേടിയുള്ള പിശാചാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അല്ലേ? ഞാൻ പണ്ട് വീട് വെച്ചപ്പോൾ ഞാൻ ഈ വാസ്തുവിനെ കുറിച്ച് പഠിച്ചു, അല്ലേ? വേറെ അതിനും വേണ്ടി പഠിച്ചതല്ല, വാസ്തു നോക്കി വീട് വെക്കാൻ വേണ്ടി പഠിച്ചതല്ല, ചുമ്മാ ഒരു രസത്തിന് പഠിച്ചു. കാരണം ഞാൻ എൻ്റെ വീടിന്റെ പ്ലാൻ വരച്ച് ഞാനാണ് കൊടുത്തത്. അപ്പൊ ഞാൻ ഈ പ്ലാൻ വരച്ച് അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക്
എനിക്ക് എഞ്ചിനീയർ വരച്ചു തന്നപ്പോ ഇങ്ങനെ വേറൊരു സൈസ് തിരിച്ചു വരച്ചത്. ഞാൻ ചോദിച്ചു എന്താണ് ഇതിങ്ങനെ? അല്ല അവിടെ തീ കത്തിക്കാക്കൂല. ഞാൻ ചോദിച്ചു എന്താണ്? അവിടെ വാസ്തു. ഞാൻ പിന്നെ എന്റെ വീടാണ്. ഇയാളാണ് ആലോചിക്കുന്നത് വാസ്തു ഇവിടെ വീട് എവിടെ ഇരിക്കണമെന്ന് അല്ലേ? അതല്ല അങ്ങനെ തന്നെ വരച്ചു തന്നോളൂ. ഞാൻ പിന്നെ വേറെ രീതിയിലൊക്കെ വരച്ച് ഞാൻ റെഡിയാക്കി അല്ലേ? അപ്പോഴാണ് കന്നിമൂലയിലൂടി ഒന്ന് കിണർ വരാൻ പാടില്ല, വെള്ളം പോകാൻ പാടില്ല, കക്കൂസിന്റെ ലൈൻ ഒരിക്കലും പോകാൻ പാടില്ല. പണ്ടത്തെ എന്റെ പഴയ വീട്ടിലാണെങ്കിൽ കന്നിമൂലയിലാണ് മേളത്തെ നിലയിലും താഴത്തെ നിലയിലും കക്കൂസ്. വാസുദേവന് ഇച്ചിരി വെള്ളം കിട്ടുന്നെങ്കിൽ കിട്ടിട്ടെന്ന് നിങ്ങൾക്ക് എന്താ പ്രയാസം? അതുകൊണ്ട് അവിടെ താമസിച്ചപ്പോ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഇവിടെ അവിടെ എനിക്ക് ഒരു കക്കൂസുണ്ട് അല്ല കന്നിമൂലയില്. അപ്പൊ ഇതിന്റെ ഞാൻ പഠിച്ചു ഇതെന്താ ഈ മൂപ്പര് ധാരാണെന്ന് അറിയണമല്ലോ. അപ്പൊ മൂപ്പരെ കുറിച്ച് അല്ലേ? അപ്പോഴാണ് മൂപ്പര് ഈ കന്നിമൂലയിൽ തലവെച്ച് കിടക്കുന്നതെന്നാ പറയുന്നേ. അപ്പൊ ആ സൈഡിൽ കൂടി കക്കൂസിന്റെ ലൈന് പോവുകയാണെങ്കിൽ 1 മീറ്റർ താഴ്ത്തിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ പുള്ളിക്ക് റേഞ്ച് അതിന്റെ മേളിലേക്ക് കിട്ടുള്ളൂ. അപ്പോഴേ ഞാൻ പുള്ളിയുടെ കഷ്ടം ആലോചിച്ച് നോക്കി. ഇയാൾക്ക് 1 മീറ്റർ ഇയാൾക്ക് റേഞ്ച് ഉള്ളൂ, എന്തിനാണ്? അപ്പൊ ഒരു കിണറൊക്കെ കിടക്കുന്ന പുള്ളിക്ക് പ്രശ്നമില്ല, അതങ്ങ് താഴെയല്ലേ കിടക്കുന്നേ അല്ലേ? എനിക്ക് കന്നിമൂലയിൽ തന്നെയാണ് കക്കൂസിന്റെ സെപ്റ്റി ടാങ്ക് കിടക്കുന്നതും ലൈന് പോകുന്നതെല്ലാം അവിടെ കൂടെ തന്നെയാണ്. പുള്ളി വേണമെങ്കിൽ കിടക്കട്ടെ, വെള്ളം കുടിക്കുന്നതും കുടിക്കട്ടെ, ഇതൊന്നും എനിക്ക് വിരോധമില്ല. അടച്ചു കളയരുത്, ഈ ലൈനെ അടച്ചു കളയരുത്. സ്വതന്ത്രം. ഞാൻ പറഞ്ഞു ഇതൊക്കെ കേട്ട ആൾക്കാർ നടക്കുന്നേ, നാട്ടുകാർ നടക്കുന്ന വീട് വെക്കുമ്പോ ഇത് കേട്ടോണ്ട് നടക്കുന്നത്. വല്ലവനും പറഞ്ഞ വല്ല കാര്യം, ഇതൊന്നും ഗുണമുള്ള കാര്യമല്ല. ഇതിന്റെ പുറകെ നടക്കുകയാണ് ഉമ്മാര്. ഞാൻ പറഞ്ഞത് മനുഷ്യർക്ക് സ്വസ്ഥതയില്ല, അസ്വസ്ഥരാണ്. കർത്താവിന് രക്ഷകനായി കിട്ടിയ നമുക്ക്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞ് ശിക്ഷാവിധി ഇളച്ചു കിട്ടിയ നമുക്ക് പിന്നെയും എന്തിനാണ് അസ്വസ്ഥത? സ്തോത്രം. നമ്മൾ അസ്വസ്ഥരാകാൻ കാരണം നമുക്ക് ലോകത്തോട് വല്ലാത്ത മോഹമാണ്. അപ്പൊ ക്രിസ്തു ഇവിടെ അസ്വസ്ഥത കാണിച്ചത് ഈ ജനത്തിന്റെ അവിശ്വസ്തതയാണ്, അവിശ്വാസം. രണ്ടാമത് ക്രിസ്തു അസ്വസ്ഥമായ ഒരു സ്ഥലം, കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ ശിഷ്യന്മാർ യേശുവിനെ കണ്ടിട്ട് മനസ്സിലാകാതെ നിൽക്കുകയാണ്. യേശു യെരുശലേമിലേക്ക് തിരിക്കുകയാണ്, യൗമാര് വേറെ വാക്കിന് തിരിക്കുകയാണ്. അവരെ കണ്ടിട്ട് കർത്താവ് കരഞ്ഞിട്ട് പറയാ, നിന്റെ സമാധാനത്തിനുള്ള നീയൊക്കെ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, നിനക്കൊക്കെ തലേ കയറുന്നില്ലല്ലോടോ. അത് പറഞ്ഞ് കരയുക അല്ലേ? പിന്നെ കർത്താവ് ഒരല്പം അസ്വസ്ഥനായത് ഗദസമനയിലാണ്. ഗദസമനയിൽ കർത്താവ് ശിഷ്യന്മാരെയും കൂടി വിളിച്ചുകൊണ്ട് അവന്മാരും ഞങ്ങൾ കൂടെ നിൽക്കുകയാണ്. പത്രോസ് ആണെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് നിൽക്കാൻ വേണ്ടി വാളും സന്നാഹമായിട്ട് കൂടെ നിൽക്കുകയാണ്. കർത്താവ് എവിടെ പോയാലും കൂടെ പോവും. പിന്നെ സെബദിയുടെ 2 മക്കൾ, അവന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുത്തിന് ഇടത്തുവരിക്കണം, ഒരുത്തിന് വലത്തുവരിക്കണം. അത് അവന്മാരുടെ അമ്മ അങ്ങ് പറയുകയും ചെയ്തു, എന്റെ പിള്ളേർ 2 2 സൈഡിൽ ഇരുത്തിക്കൊള്ളുമെന്ന്. നല്ല അമ്മയാണത്. സ്തോത്രം. ഇതെല്ലാം രസമാണ് ഇങ്ങനെ പഠിക്കുമ്പോ. പത്രോസ് ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അങ്ങനെ ഇരുത്തുമെങ്കിൽ ഇരുത്തണമല്ലോ, കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനും കൂടെ നിൽക്കുകയാണ്. വാളും വെച്ചിട്ടുണ്ട്, ഇരുത്തിയ വെട്ടും ഉറപ്പാണ്. അത്ര കലിപ്പാണ് അവൻ. അങ്ങനെ 3 പേരും കൂടി കർത്താവിന്റെ പിറകെ നിൽക്കുക. കർത്താവ് ഗദസമനയിലേക്ക് കയറാൻ പറഞ്ഞു, ഇച്ചിരി നേരം എന്നോട് ഇരുന്ന് പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല, ഉറങ്ങാൻ പോവാണ്. നീ പ്രാർത്ഥിക്കണമെങ്കിൽ പറ, നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഫുഡ് കഴിക്കുന്നതെങ്കിൽ പറ, നമ്മളിപ്പോ ഉണ്ട്. ചിലരൊക്കെ ഇപ്പൊ ഇങ്ങനെ അര ഉറക്കത്തിലിരിക്കുകയാണ്, ഇപ്പൊ കഞ്ഞി വിളമ്പാൻ തുടങ്ങുന്ന ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുക, എടുക്ക്. സ്വതന്ത്രം. അതുകൊണ്ട് ഞായറാഴ്ചക്ക് മുമ്പ് ശനിയാഴ്ച രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് വേണം വരാൻ. മനസ്സിലാകുന്നുണ്ട്? ഉറങ്ങാൻ വേണ്ടി വെറുതെ മെനക്കെട്ട് നിക്കളി പറഞ്ഞൊന്നില്ലെന്നാണ് എന്റെ അഭിപ്രായം. സ്തോത്രം. മനപ്രയാസം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്, സാരമില്ല, എല്ലാം ശരിയാക്കാം നമുക്ക്. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ട് പറയാ, ഇവർ ചോദിക്കടാ, ഞങ്ങളുടെ ഇവിടെ ഇച്ചിരി നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കോ? അവന്മാര് ഭയങ്കര ഉറക്കമാണ് അല്ലെ? അവിടെ കർത്താവ് ഒരല്പം അസ്വസ്ഥനായി. പിന്നെ കർത്താവ് ശക്തി ആർജിച്ച് മുമ്പിലേക്ക് പോവുകയാണ്. അല്ലാതെ കർത്താവ് ഒരിടത്തും അസ്വസ്ഥനായില്ല അല്ലേ? ഒരുപാട് ആൾക്കാർ നിൽക്കുക, ഇവർക്ക് കഴിക്കാൻ എന്ത് കൊടുക്കാൻ പറ്റും? കർത്താവ് ടെൻഷൻ പിടിച്ചോ? വേറത്തോ? ഒരു ടെൻഷനും പിടിച്ചില്ല. ഇവർക്ക് കഴിക്കാൻ കൊടുക്കാൻ എന്തുകൊണ്ട്? ശിഷ്യന്മാരത് വെറുതെ ചോദിച്ച എന്തുകൊണ്ട് അവന്മാർക്ക് അറിയാൻ വേണ്ടി. അപ്പൊ അവന്മാർ പറയാണ്, ഇവിടെ ഒരു ചെറുക്കന്റെ കവറിനകത്ത് 5 അപ്പവും 2 മീനും ഉണ്ട്. കണ്ട, അവന്മാർക്ക് വെളിപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ മീനും അപ്പം മാത്രമേ കാണാവൂ അവന്മാർക്ക്, വേറെ വെളിപ്പാടൊന്നുമില്ല അല്ലേ? അവന്റെ കവറിനകത്ത് കിടക്കുന്ന അവനെ അടിച്ചുകൊണ്ട് പോയനെ അവന്മാര്. മനസ്സിലാകുന്നുണ്ടോ അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഏതായാലും
കർത്താവിനോട് ടെൻഷൻ ഒന്നുമില്ല. കർത്താവിന് എവിടെ ഇപ്പൊ എല്ലാവരും ജനത്തിനെയും പോഷിപ്പിക്കാനുള്ളത് എന്റെ കയ്യിലുണ്ടെന്ന് കർത്താവിന് അറിയാം. കർത്താവിന് എന്തെങ്കിലും കൊണ്ടുപോവാ, നമുക്ക് വെറുതെ ഒന്ന് പേര് കാണിക്കാൻ, എന്നിട്ട് അതിനെ വർദ്ധിപ്പിച്ചു തരാം. അല്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ നിന്നൊക്കെ ഇറക്കി അത് വേറൊരു ഇതായി പോകില്ല. അവന്റെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടുപോവാ. കർത്താവ് ഇപ്പോഴും നമ്മുടെ താഴെ ചോദിക്കുന്നത് ഉള്ളത് കൊണ്ടുപോവാ, ശരിയായി തരാം. നമ്മളാണെങ്കിൽ എല്ലാം പൂഴ്ത്തി വെച്ചിട്ട് ഒന്നുമില്ല. അവന്റെ കർത്താവിനൊന്നും ചെയ്യാൻ പോകില്ല. ഇല്ലാത്തോണ്ടല്ല, ഇത് പൂഴ്ത്തി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതാ ബെഥേസ്ദ കുളത്തിന്റെ കരയിൽ ഒരുത്തൻ കിടക്കുക, 38 കൊല്ലം കൊണ്ട് കിടക്കുക. മൂപ്പര് കൊന്നിളഞ്ഞഴിച്ചു പോകില്ല. കാരണം പുള്ളി അവിടുത്തെ ആളായി. പിന്നെ വേറെ ആരെങ്കിലും കിടക്കാൻ വരുന്നത് ഇവന്റെ അടുത്ത് പറഞ്ഞു, ഇവനാണ് അവിടുത്തെ പാർട്ടിയുടെ നേതാവ്. ബാക്കി എല്ലാവർക്കും കിടക്കാൻ വേണ്ടി ചാക്ക് വിരിച്ചു കൊടുക്കുന്നത് എല്ലാം ഇവനാണ്. ഇവൻ പറയും പോലെ ബാക്കി 38 കൊല്ലം കൊണ്ട് കുളക്കരയിൽ കിടക്കുന്ന ഒരുത്ത് പാവപ്പെട്ടവന്റെ ഗതി ആലോചിച്ചു. ഒരു ഗുണവും ഇല്ല. കർത്താവ് ചോദിച്ചു, നിനക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടോ? ഇവന് മാസത്തിൽ താല്പര്യമില്ല. ആരും കാല് തട്ടി വീഴാതിരിക്കാൻ ഇവൻ അവിടെ തൂങ്ങി അവിടെ പിടിച്ചു. ആരെങ്കിലും തള്ളിയിട്ടാൽ സുഖമായി പോയാ പോയി. കർത്താവ് പറഞ്ഞ എണീക്കടാ, എടുക്കടാ, ഓടാ എന്നാണ് പറഞ്ഞത്. അത് പിന്നെ എഴുതിയപ്പം അല്ലെ, കിടക്കാ എടുക്കാൻ നടക്കാന്നൊക്കെ എഴുതിയെന്നേ ഉള്ളൂ. ബൈബിളായിട്ട് അങ്ങനെ എഴുതിയാണ്. എടുത്തോണ്ട് ഓടാന്നാണ് പറഞ്ഞത്. അവൻ എല്ലാം എടുത്തോണ്ട് പോയി. അവന് സ്വസ്ഥതയെ പ്രവേശിക്കാൻ താല്പര്യമില്ല. അവൻ അസ്വസ്ഥനായി ഇവിടെ കിടക്കുകയാണ്. കുളം കലങ്ങുമ്പോ അവൻ അസ്വസ്ഥതയാണ്. ആരെങ്കിലും എടുത്ത് തള്ളിക്കളയോ തന്നെ. ഞാൻ സുഖമായി പോവോന്ന് തോന്നും അല്ലേ? കർത്താവ് അവനെ ഞാൻ സഹായിക്കാൻ വെള്ളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞില്ല. കാരണം കർത്താവിനറിയാം അവന് ഒരു താല്പര്യം ഇല്ലെന്നറിയാം. ഇതാണ് നമ്മുടെ മനസ്സതായ. നമുക്ക് താല്പര്യം നമ്മൾ ഗുണം പിടിക്കും. ഇന്നെനിക്ക് സ്വസ്ഥതയിൽ ജീവിക്കണം, എനിക്കിങ്ങനെ അസ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല. രക്ഷയുടെ പാറയായ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഏത് പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനുള്ള തിരുവഴുത്ത് എനിക്ക് തന്നിട്ടുണ്ട്. യേശുവിന്റെ രക്തം എനിക്ക് ആവശ്യത്തിന് തന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്തിനാ അസ്വസ്ഥനായിരിക്കണം? മരണത്തെ ജയിച്ച കർത്താവ് എന്റെ കൂടെയുണ്ട്. എനിക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നു പറയുന്നു. നിങ്ങൾ കലങ്ങരുതെന്ന് പറയുന്നു. പിന്നെ എന്തോ പേടിക്കാതിരിക്കുന്നു ഇവിടെ? കർത്താവ് മോശയോട് പറയാ, ചെന്ന് പറയടാ, ഞാനാകുന്നെന്ന് പറ. പിന്നെ അതിന്റെ അപ്പുറം എന്തോ പേടിക്കാതിരിക്കുന്നു? ആ കർത്താവിനെ തിരിച്ചറിഞ്ഞാണ് ജനം ഇറങ്ങിയതെങ്കിൽ ചെങ്കടലിന്റെ കരയിൽ അവർ പെറുപെറുക്കില്ലായിരുന്നു, അവർ അസ്വസ്ഥരാവില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, എന്തുകൊണ്ട് ഞാനൊരു ചെറിയ പ്രതിസന്ധിയുടെ മുമ്പിൽ അസ്വസ്ഥനാകുന്നു. പിശാച് എന്തുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഇട്ട് പൂച്ച കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുന്നു? പൂച്ച കളിപ്പിക്കുന്നതായിട്ടില്ല, ചുമ്മാ ഇങ്ങനെ മറ്റേ എന്താ പറയാ, ഈർക്കിലിന്റെ മൂലയ്ക്ക് ഒരു കൊച്ചങ്ങേട്ട് കളിപ്പിച്ചാൽ മതി, പൂച്ച ചാടി കളിക്കും. ഇതുപോലെയാണ് നമ്മൾ കളിക്കുന്നത്. പിശാച് നമ്മളായിട്ട് ചുമ്മാ കളിപ്പിക്കുകയാണ്. അതുകൊണ്ട് 38 കൊല്ലം കിടന്ന പോലെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് അവിടെ കിടക്കരുത്. എഴുന്നേറ്റ് പോയി ഗുണം പിടിക്കാൻ തോന്നണം. എന്നെ ചിന്തിപ്പിച്ചതല്ല, ദൈവാലയത്തിനകത്ത് നിന്നപ്പോ ഇവ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഉള്ള ആൾക്കാർ അന്തം വിട്ടുപോയി, അവർ അസ്വസ്ഥരായി. കാരണം ഇവ അവിടുത്തെ കമ്മിറ്റിയുടെ ആളല്ല. ഇവ എങ്ങനെ ഇങ്ങകത്ത് കയറി? നമ്മൾ ഗുണം പിടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ആൾക്കാർ അന്തം വിട്ടു. കർത്താവ് ലഗിയോൻ ബാധിച്ചവന്റെ അവിടെ ചെന്നിട്ട് ലഗിയോൻ എങ്ങനെ കണ്ടപ്പോ ലഗിയോൻ അയ്യോ എന്നെ ഉപദ്രവിക്കല്ലേ. പിന്നീട് അവര് തന്നെ ഓപ്ഷൻ പറഞ്ഞു, പന്നിയുടെ മേളിലോട്ട് വിട്ടേക്കാൻ. പിന്നെ കർത്താവിന് പിന്നെ അങ്ങനെ ആവട്ടെ, അല്ല യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കത്തട്ടെ, ഇങ്ങനൊന്നും പറഞ്ഞില്ല അല്ലേ? അവിടെ എല്ലാം കൂടെ തൂപ്പി ബഹളമൊക്കെ ഉണ്ടാക്കി ചാവട്ടി അങ്ങനെ ചെയ്തില്ല. അപ്പൊ പിശാചിനെ ഇങ്ങോട്ട് പറയാം, പോവാ, നമ്മൾ പോവാ, വിടുവോ, ഞങ്ങൾ പോവാ, പന്നിയുടെ പുറത്ത് പോട്ടോ, പാവം പോവാൻ. കർത്താവ് പറഞ്ഞു പിന്നെ പോവാൻ പറഞ്ഞു. പന്നിയുടെ പുറത്ത് ഇത്രയും പന്നി, ഈ പന്നിയുടെ മണ്ടയിലോട്ട് ഈ പിശാച് കയറിയപ്പോ പന്നി വിചാരിച്ചു ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവര് വെള്ളത്തിൽ ചാടി ചത്തുപോയി, അവരാത്മഹത്യ ചെയ്തു അല്ലേ? 2000 പന്നിയിലിരുന്ന പിശാചാണ് ഒരു വ്യക്തിയിൽ കയറി. ഒരു വ്യക്തിയിലിരുന്ന സാധനമാണ് ഇത്രയും പന്നിയിൽ ഇറങ്ങിയത്. ഒറ്റ വ്യക്തി ഇത്രയും പന്നിയേക്കാളും പവറിലാണ് നടന്നത്. പന്നിയുടെ മേലെ കയറിയപ്പോ പന്നി വിചാരിച്ചിട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്റെ ഇറച്ചി പോലും ഗുണമില്ല. അവൻ ആത്മഹത്യ ചെയ്തു, പന്നികളെ കംപ്ലീറ്റ്. അപ്പൊ ഈ പിശാച് അവന്റെ കയറിയപ്പോ അവൻ അസ്വസ്ഥനായി. ഓർത്തോണേ, അവൻ അസ്വസ്ഥനായി. ഇവന്റെ ഭൂതം മാറി അവൻ തിരിച്ചു കയറിയപ്പോ നാട്ടുകാരും അസ്വസ്ഥനായി. പന്നിയുടെ മുതലാളി അസ്വസ്ഥനായി, അത് വേറെ. നമ്മളെ പന്നികളെല്ലാം ചത്തു, ഒന്നിയൊന്ന് പോവാമോ അല്ലേ? നമ്മളൊക്കെ പോകുന്നിടത്ത് അങ്ങനെ വല്ല അസ്വസ്ഥത ഉണ്ടോ? ഒരസ്വസ്ഥതയല്ല. പന്നി നമ്മളെ കാണുമ്പോൾ പന്നി സ്വസ്ഥമാവും, അതിലുള്ളത് ഇങ്ങോട്ട് കയറും. സ്തോത്രം. നമ്മളാണ് അസ്വസ്ഥരാകുന്നത്. ഗ്രഹിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക്? പന്നിയുടെ മുതലാളി അസ്വസ്ഥരായി.
ഇവൻ ഗുണം പിടിച്ച് വരുന്നത് കണ്ടപ്പോ നാട്ടുകാർ വേറെ പള്ളിക്കകത്തുള്ളവർ അസ്വസ്ഥരായി. കംപ്ലീറ്റ് അസ്വസ്ഥതയാണ് ഇവിടെ. പക്ഷെ അവന്റെ ഭൂതം മാറിയപ്പം അവൻ സ്വസ്ഥനായി. കണ്ട, അവൻ സ്വസ്ഥനായി. നമ്മളിപ്പോ അസ്വസ്ഥനാണോ സ്വസ്ഥനാണോ? മൊത്തം ശാന്തം. കുറച്ച് പന്നികൾ വന്നിരുന്നെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ നിങ്ങക്ക്? യെസ്. മുടിയൻ പുത്രൻ അപ്പന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ അങ്ങ് സ്വസ്ഥനായണ്ടോ? അവൻ വീട്ടിൽ വന്നപ്പോ അവിടുത്തെ മൂത്ത മകൻ അസ്വസ്ഥനായത് കണ്ടോ? നിങ്ങളിപ്പോ സ്വസ്ഥതയെ പ്രവേശിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ അസ്വസ്ഥനായി നടക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരുപാട് പ്രസംഗിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് അവസാനിപ്പിക്കണം. യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ, യേശു നമ്മുടെ ഉള്ളിൽ വന്നാൽ അപ്പോൾ അസ്വസ്ഥത ഉണ്ടാവണം. അസ്വസ്ഥതയല്ല, സ്വസ്ഥത ഉണ്ടാവണം. സക്കായി മൊണ്ടയ്ക്ക് കയറി ഇരുന്നിട്ട് യേശുവിനെ കാണാൻ നോക്കുക. കർത്താവ് ഇങ്ങിറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ വരാൻ പോവാണ്. അവൻ അങ്ങ് വല്ലാതെ സ്വസ്ഥനായി. അവൻ പറയാം, ഞാൻ എല്ലാവർക്കും കൊടുക്കാനുള്ളതെല്ലാം തിരിച്ചു കൊടുക്കാം. ആരെന്നെങ്കിലും ഞാൻ കൂടുതൽ ടാക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം. എല്ലാം പല മടങ്ങായിട്ട് തിരിച്ചു കൊടുക്കാം. അവന്റെ വീട്ടിൽ വന്ന സ്വസ്ഥത ആലോചിച്ച് നോക്കിയേ. അതുവരെ അവൻ അസ്വസ്ഥനായിരുന്നു. ഇനി ആരെ പറ്റിക്കാന്നുള്ളതാണ് അവൻ ആലോചിച്ചിട്ടുണ്ടെന്നുള്ളത്. കർത്താവ് വീട്ടിൽ വന്നപ്പോൾ അവൻ അങ്ങ് ഭയങ്കര സ്വസ്ഥനായി. അതുകൊണ്ട് പെട്ടിയുടെ അടപ്പിലടിക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കരുത് സ്വസ്ഥൻ. റെസ്റ്റ് ഇൻ പീസ് അല്ലേ? ഇപ്പൊ സ്വസ്ഥനാവണം. സ്വസ്ഥത ഇല്ലെങ്കിൽ ഇപ്പൊ ചിന്തിക്കണം, കർത്താവ് എന്തുകൊണ്ടായി സംഭവിച്ചേ? 3-ാം വാക്യം വായിക്കാവോ? പെട്ടെന്ന് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. അവർക്ക് ഉപകാരമായി വന്നില്ല, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. യെസ്. അപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയത്. അപ്പൊ വിശ്വസിക്കാതെ പറഞ്ഞാൽ ഈ ക്രിസ്തു ആരാണെന്ന വിശ്വാസം ആദ്യം വേണം. മരണത്തെ ജയിച്ചവനാണ്. നമ്മൾ മരിക്കുമെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജയിച്ചവിടെ ചെല്ലും, നമ്മൾ ഉയർത്തെഴുന്നേൽക്കും അല്ലേ? നമ്മുടെ കർത്താവ് മരണപാശങ്ങളെ അഴിച്ചവനാണ്. നമ്മൾ എന്തായാലും ഇവിടെ മരിച്ചേ പറ്റുള്ളൂ. ക്രിസ്തുവിൽ മരിക്കുന്നവന് അവൻ അസ്വസ്ഥനല്ല, അവൻ സ്വസ്ഥനാണ്. കാരണം എന്റെ കർത്താവ് എന്നെ ഉയർപ്പിച്ചക്കരെ കൊണ്ടെത്തിക്കുമെന്നുള്ള വിശ്വാസം. വിശ്വാസമല്ല, ഉറപ്പ്. ഗ്രഹിക്കുന്നുണ്ടോ? നമ്പർ 2. അപ്പൊ 1 വിശ്വാസമാണ്. 2 6-ാം വാക്യം വായിക്ക്. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിച്ചില്ല. കണ്ടോ? അവൾ ആദ്യത്തത് വിശ്വസിച്ചില്ല, ആശ്രയിച്ചില്ല. യേശുവിൽ ആശ്രയിക്കാത്തിടത്തോളം നമുക്ക് മരണത്തെ ജയിക്കാനൊക്കില്ല. മരണമെന്ന് മാത്രമല്ല, ഒന്നിനെ ജയിക്കാനൊക്കില്ല. യേശു കടലിനെ ശാന്തമാക്കിയതാണ്. നമ്മുടെ വിഷയത്തിൽ കടൽ ശാന്തമാവണോ? കർത്താവ് ശാന്തമാക്കും. നൈലിലെ വിധവയ്ക്ക് ഒരു ചെറുക്കനെ ഉണ്ടായിരുന്നുള്ളൂ, അവൻ മരിച്ചുപോയി. കർത്താവ് മനസ്സലിഞ്ഞ് മഞ്ചത്തിൽ തൊട്ടു, അവൻ എഴുന്നേറ്റിരുന്നു. ആ അമ്മയുടെ കരച്ചിൽ മാറി, അമ്മ സ്വസ്ഥമായി. 2 സഹോദരിമാർക്ക് ഒറ്റ സഹോദരൻ ഉണ്ടായിരുന്നു, മരിച്ചു പോകും. അടക്കം ചെയ്തു 4 ദിവസമായി. കർത്താവ് എഴുന്നേൽപ്പിച്ച് വീട്ടിൽ കൊടുത്തു. പ്രശ്നത്തിന് പരിഹാരം വരുത്തി. അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് മതിയാക്കുക. കാരണം കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മരിച്ച ലാസറിനെ എഴുന്നേൽപ്പിച്ചു എന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? മരിച്ച ലാസറിനെ എഴുന്നേൽപ്പിച്ചത് കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, യേശു വീണ്ടും വരുമെന്നുള്ളത് നിങ്ങൾക്കൊരു കഥയായി തന്നെ അവശേഷിക്കും. അത് കഥയായിരിക്കുന്നിടത്തോളം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പിറുപിറുത്തതുപോലെ നിങ്ങൾ വല്ലാതെ പിറുപിറുക്കേണ്ടി വരും. ബിക്കോസ് നിങ്ങൾക്ക് വിശ്വാസമില്ല. 2 അനുസരണയാണ്. അനുസരണം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവർക്കുണ്ടായിരുന്നത് അനുസരണ കേടാണ്. ഇവരനുസരിക്കുകയല്ല അല്ലേ? ഞാൻ തന്നെ വാക്യം പറഞ്ഞാൽ പഠിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ? അനുസരണ കേടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ അരിച്ചെടുത്തിട്ട് കുറച്ചേ നിങ്ങൾ അനുസരിക്കുകയുള്ളൂ. കുറച്ചനുസരിച്ചാൽ കുറച്ച് കൊള്ളാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. താഴോട്ട് വായിക്കേ. പോട്ടെ. ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ. ഇപ്പൊ 6 വായിച്ചേ. 7-ാം വാക്യം വായിക്കേ.
ദാവീദ് മുഖാന്തരം ഉം. ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആ. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ഉം. എന്ന് മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പൊ മൂന്നാമത്തെ പ്രശ്നം ഹൃദയം കഠിനമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അവർ ഹൃദയത്തെ കഠിനമാക്കി കളഞ്ഞു. സ്തോത്രം. 4 10 വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ ഉം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും ആ തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. ആ അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിൽ സോറി 10 വാക്യം ഒന്നുകൂടെ വായിക്ക്. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ ആ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും ഉം. തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൈവം പണി ചെയ്ത ശേഷം 6 ദിവസം സൃഷ്ടി കഴിഞ്ഞിട്ട് കർത്താവ് സ്വസ്ഥനായതുപോലെ നമ്മൾ സ്വസ്ഥനാവാനാ പറയുന്നത്. 7-ാം ദിവസം സ്വസ്ഥനാവാനാ പറഞ്ഞ. സ്വസ്ഥനാവുക. നമ്മളാണെങ്കിൽ 7-ാം ദിവസം അസ്വസ്ഥനാണ്. അല്ലെ, ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ നേരത്തെ വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. അല്ലേ? ഞാൻ പണ്ടൊരിക്കൽ ഒരു ചർച്ചിൽ മീറ്റിംഗ് നടത്താൻ പോയി. എന്നെ അവർ വിളിച്ചു മീറ്റിംഗ്. പാസ്റ്റർക്ക് എന്തുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് എന്നെ നടത്താൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ സങ്കീർത്തനം കഴിഞ്ഞ ഉടനെ സ്വത്രക്കാഴ്ച എടുക്കണം. ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, ഇത് കഴിയുമ്പോൾ ആൾക്കാർ കുറച്ചൊരു പോവും. സങ്കീർത്തനം മുമ്പ് എടുക്കണമെന്ന്. അതാ സങ്കീർത്തനം മുമ്പ് എടുക്കണം. സങ്കീർത്തനം ശേഷം എടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. സങ്കീർത്തനം മുമ്പ് എടുക്കണം. കാരണം സങ്കീർത്തനം കഴിയുമ്പോൾ ആൾക്കാർ കുറച്ചൊരു പോവും. അല്ലേ? ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾ പോകാനുള്ള എല്ലാവരും പോയിട്ട് ഞാൻ എടുക്കണുള്ളൂ. ഞാൻ ലാസ്റ്റിൽ എടുക്കണുള്ളൂ. അല്ലേ? വഴിയെ പോയെന്നോ കൊണ്ടുവന്ന പൈസ ഇതിനകത്ത് തന്നെ ഇടുന്നേ. പാസ്റ്റർക്ക് ലോൺ അടയ്ക്കാനൊക്കെ കാണും. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് പരിപാടിയാണെങ്കിൽ നമുക്ക് ഈ പറയ പോലെയൊക്കെ നിർത്താം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് സാറ് പറയായിരുന്നു 10 മണിക്ക് നിർത്തിയാൽ കൊള്ളാം വൈകുന്നേരത്തെ ബൈബിൾ ക്ലാസ്. സാർ അങ്ങനെ പറയുന്നല്ല, ആദ്യമായിട്ട് സാറ് പറഞ്ഞു 10 മണിക്ക് നിർത്തിയാൽ കൊള്ളാം, കാരണം രാവിലെ വരാനുള്ളത് കൊണ്ടാണ്. നമ്മളത് ഇന്നലെ 11 മണി വരെ പോയി. 5 മണിക്ക് സാർ ഇവിടെ വന്നിരുന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇല്ലാതെ അത് പറഞ്ഞു. ഇന്നലെ ഉറക്കവും ഇല്ല, മൊത്തം പോയി. അല്ലേ? ഞാൻ ഈ 10 മണിക്ക് നിർത്താം. എനിക്ക് നേരത്തെ നിർത്തിയിട്ട് പോയി കിടന്ന് ഉറങ്ങണമെന്ന് എനിക്ക് ഉറങ്ങണമല്ല, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സമയം നീണ്ടു പോകും. നമുക്ക് പിന്നെ ഒരു അടിക്കുന്നതിനും വേണ്ടി കരയുന്നല്ലോ നമ്മളങ്ങ് ഇരുന്നു എന്നേ ഉള്ളൂ. അല്ലെ? അപ്പൊ തിരക്കുള്ളവർ വരണ്ട. അല്ലേ? തിരക്കുള്ള നമുക്ക് എനിക്ക് ഇത്ര സമയത്ത് ഉറങ്ങണം, നിങ്ങൾ ഉറങ്ങിക്കോളൂ. ഇവിടെയെങ്കിലും നിങ്ങൾ അസ്വസ്ഥത അനുഭവിക്കൂ. അല്ലേ? നമ്മൾ വചനം ധ്യാനിക്കാണ്ടിരിക്കുന്നത് നമ്മൾ വചനം ധ്യാനിക്കണം. ഞായറാഴ്ച നമ്മൾ ഒരു ദിവസം ഫ്രീ ദിവസമാണ്, അത് മാറ്റി വെക്കണം. അന്ന് നമ്മൾ ആരാധിക്കും. ഇടയ്ക്ക് കുഴഞ്ഞു പോങ്ങി വെളിയിൽ പോയി കഞ്ഞി കുടിച്ചോളാം. അത് നമ്മുടെ വഴക്കൊന്നും പറയത്തൊന്നുമില്ല. അല്ലെങ്കിൽ വല്ലതൊക്കെ കൊണ്ടുവച്ച് കഴിച്ചോണം. ഈ കവർ കൊണ്ടുവച്ച് കലിവിലെ ആക്കരുത്. ശബ്ദം കേൾക്കാത്ത കവറിൽ കൊണ്ടുവച്ച് കുറേശ്ശെ എടുത്ത് പതുക്കെ കുനിഞ്ഞിട്ട് ബാക്കകത്ത് വെച്ച് പതുക്കെ നിങ്ങൾ ഇങ്ങനെ സ്തോത്രം 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 പറഞ്ഞ് ഇതങ്ങ് ഇറക്കിയാൽ മതി. എനിക്കറിയാം നിങ്ങൾ കഴിക്കുന്നതൊക്കെ, എനിക്കിവിടെ അറിയാം. അടുത്തിരിക്കുന്ന ആളറിയാതെ നോക്കിയാൽ മതി, അയാൾക്കും കൊടുക്കേണ്ടി വരും. ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ഈ തിരുവഴുത്തുകളെ നിങ്ങൾ ഗ്രഹിക്കണം. അതിന് നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന് പറഞ്ഞ പരവേശം കാണിച്ചാലൊന്നും പറ്റില്ല. ഓപ്പറേഷൻ നമ്മൾ ചെന്നിട്ട് പറയാനൊക്കെ നേരത്തെ നിർത്തണേ, പെട്ടെന്ന് പോകാനുണ്ട്, അത്യാവശ്യമുള്ള കേസാണ്. അയാൾ തോന്നും പോലെ തന്നെ ഇല്ലേ? നമുക്കറിഞ്ഞൂടെ അവിടെ ഓപ്പറേഷൻ വേറെ ആർക്കെങ്കിലും എനിക്ക് ചെയ്യും. നമ്മൾ അവിടെ നമുക്ക് ചെയ്യാണ്. അതിനെ മയക്കി അവിടെ കിടത്തിരി അവിടെ കിടാ 10 മിനിറ്റത്തെ പണിയേ കാണുള്ളൂ. ഇല്ലേ? വെളിയിൽ പറയാം 7 മണിക്കൂർ ഉണ്ടായിരുന്നു. എന്തോന്ന് ഉറക്കം. അപ്പോ ഇവിടെ ഒരു 4 പോയിന്റ്സ് ആണ് ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞത്. 1, അവർ വിശ്വസിച്ചില്ല. 2, അവരനുസരിച്ചില്ല. 3, അവർ ഹൃദയത്തെ കഠിനമാക്കി. 4, അവർ സ്വസ്ഥരായില്ല. ഇത് 4 നമ്മൾ ചെയ്യണം. ഏത്? വിശ്വസിക്കണം, അനുസരിക്കണം, കഠിനമാക്കരുത്, സ്വസ്ഥരാവണം. നമ്മൾ മനഃപൂർവ്വം സ്വസ്ഥരാവണം. പിശാച് അവനെ പോകാൻ പറ. അവൻ ഇങ്ങനെ നമ്മളെ കളയായിക്കൊണ്ടിരിക്കുക. അവന് നമ്മൾ അസ്വസ്ഥ. പിശാചിന്റെ തന്ത്രം നമ്മൾ തിരിച്ചറിയണം. പിശാച് അതീവ ബുദ്ധിമാനാണ്. എന്നെ ശശികളെ തമ്മിൽ എങ്ങനെ അടുപ്പിക്കണമെന്ന് പിശാചിന് നല്ലതായിട്ട് അറിയാം. അവൻ കറക്റ്റായിട്ട് അടുപ്പിക്കും. അപ്പൊ നമ്മൾ ഇവന്റെ തന്ത്രം തിരിച്ചറിയണം. ഇവൻ എവിടെ കൂടാണ് വരുന്നത്, ഇത് തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മള് പിശാചിന് പറയും പോലെ നിന്ന് തുള്ളും. പാവക്കുത്ത് കണ്ടിട്ടുണ്ടാ? പാവയ്ക്കകത്ത് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ ആക്കും. ഇത് പാവയ്ക്കൊന്നും ചെയ്യാക്കൂല. മറ്റവരാണ് ഇതിനകത്ത് കൈയിട്ട് എന്നിട്ട് കൈ ഊരിയിട്ട് പൈസ മാറ്റണ്ടാവും പോകും. പാവയുടെ കാര്യം പാവം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മൾ തിരിച്ചറിയണം.
നമ്മൾ പാവക്കൂത്തിന് നിന്ന് കൊടുക്കരുത്. പിശാചിന് നമ്മളെ അകത്തൂടെ കയറി പ്രവർത്തിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. നമ്മൾ അതീവ കരുത്. അതായത് കർത്താവിൽ വിശ്വസിക്കണം, വചനം അനുസരിക്കണം, കഠിനപ്പെടരുത്. ചിലത് കഠിനപ്പെടും, കഠിനപ്പെട്ടാ പോയി. അതൊക്കെ പിശാചിന്റെ പരിപാടിയാണ്. പിശാച് നമ്മളെങ്ങനെ കഠിനപ്പെടുത്തും. ഞാൻ വിട്ടുകൊടുക്കൂല, വിടണ്ട, പിടിച്ചു വെച്ചോ. എന്നിട്ട് ഇത് എത്ര നേരം പിടിച്ചു വെച്ചോണ്ടിരിക്കും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ദേഷ്യക്കാരുണ്ട്. അല്ല വീട്ടിലൊക്കെ അല്ലേ, എല്ലാ വീട്ടിലും കാണും. ഇവിടെ ഇരിക്കുമ്പോൾ ഡീസൻ്റായിട്ട് ഇരിക്കുന്നത് നോക്കണ്ട. ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും പാവമാണ്. പിശാച് വലിയ ഇടയ്ക്ക് ഡോറൊക്കെ തുറക്കം വെച്ചിട്ട് നോക്കുന്നുണ്ടോ, ഇരിക്കുന്നു നോക്കി ഓരോന്ന് ഇനി ഇറങ്ങി വാങ്ങ അല്ലേ. സ്തോത്രം. ഇനി ഒരു 4 കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മള് ഇതുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? ഇസ്രായേലിന് ഇത് ഉണ്ടാവാതെ പോയതിന് കാരണം അവർ വിശ്വസിച്ചില്ല, അവരനുസരണക്കേട് കാണിച്ചു, അവർ കഠിനപ്പെട്ടു, അവർ അസ്വസ്ഥരായിരുന്നു. 4 കാരണത്താലാണ് അവർക്ക് സ്വസ്ഥതയെ പ്രവേശിക്കാൻ കഴിയാതെ പോയത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്പർ 1, 1-ാം വാക്യത്തിൽ പറഞ്ഞ എന്താണ്? സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. നമ്പർ 1, ഭയപ്പെടുക. നമ്മൾ ഈ പോക്ക് പോയാൽ എന്താകും നമ്മുടെ ഭാവി എന്നോർത്ത് ഭയപ്പെടണം. വരുന്നിടത്ത് വെച്ച് കാണാനൊന്നും പറയരുത്. നാളെ ചത്തുവെന്ന് നമുക്ക് അറിഞ്ഞു കേട്ടോ. നാളെ ചത്തുവെന്ന് നമുക്ക്, ഇന്ന് ചത്തുവെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഈ ശ്വാസം ക്ലിയർ ആയിട്ടുള്ളതാണ് നമ്മൾ ചത്തു എന്നുള്ളതിന്റെ ഉറപ്പ്. മറ്റേ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ വലിച്ച് അവിടെ കിടക്കും. ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് വലിക്കുകയാണ്. കട്ടാവാൻ കട്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒരുത്ത ചെന്ന് വണ്ടിയും കൊണ്ടിട്ടുണ്ട് ഉറങ്ങിയതാണെന്നേ. ആ ഭാഗം മാത്രം മല ഇടിഞ്ഞതേ പോയി, അവനെ കാണാനില്ല. ഞാൻ പറഞ്ഞു ഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ആർക്കാ ഉറപ്പിച്ച് പറയാൻ പറ്റുക? എന്ത് കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും? അതുകൊണ്ട് 5-6 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ശരിയാവാൻ 2-3 പേർ കൂടെ കണക്ക് കൊടുക്കാനുണ്ട്. വെറുതെ ഇടന്ന് മെനക്കെട്ട് ബസ്സിൽ പിടിക്കരുത്. ഇന്ന് ഗുണം പിടിക്കണം. അതിന് ഭയപ്പെടണം. നമ്മൾ ഡേറ്റ് ഇടുകയാണ് 46 വയസ്സ്, 50 വയസ്സായിട്ട് ശരിയാവാം. ഞാൻ തീരുമാനിക്കാം. നിങ്ങളെ ഗതിയുടെ ആലോചിക്കുക. നാളെ തേങ്ങ വീണ് ചത്തു പോകുന്നെങ്കിലോ? തേങ്ങയൊന്നും വീഴണ്ട. ഇപ്പൊ മൊത്തം പനിയാണ് അല്ലേ? പനിക്ക് അവിടെ ചെല്ലുന്നു, ചത്തു പോകുന്നു. എനിക്ക് എത്ര പേരറിയാം. വണ്ടി ഓടിച്ച് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് ആംബുലൻസിൽ വീട്ടിൽ കൊണ്ടുവന്നവരെ എത്ര പേരെ എനിക്കറിയാം. വണ്ടി ഓടിച്ചങ്ങോട്ട് പോയിട്ട് അവരുടെ പുറത്ത് ബാബുലേക്ക് വീടിന്റെ അവിടെ ഒരാൾ വണ്ടി ഓടിച്ചു പോയി. കാലിൽ ചെറിയൊരു മുറിവായിരുന്നു, ഓടിച്ചു പോയി. തിരിച്ചു വന്നപ്പോൾ കാല് മുറിച്ചിട്ട് വേറെ വണ്ടിയിൽ വന്നു. മനസ്സിലായോ? ഇതൊക്കെ സംഭവിക്കും. അപ്പൊ നമുക്കിതൊന്നും സംഭവിക്കാൻ ഒരുപാട് നേരം വേണ്ടെന്ന് നിങ്ങൾ അറിയണം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കഥ മാറി മറിയും. അതുകൊണ്ട് ഭയപ്പെടുക. സ്വസ്ഥത ഇല്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കുക, എനിക്ക് സ്വസ്ഥതയെ പ്രവേശിച്ചേ പറ്റൂ. എവിടെ? അങ്ങ് പോയിട്ടല്ല, എനിക്ക് ഇന്ന് സ്വസ്ഥത വേണം. എന്നെ എടുത്തു മറിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും, ഏത് പ്രതിസന്ധിയിൽ നിന്നും എനിക്ക് ഇന്ന് സ്വസ്ഥത വേണം. നമ്മൾ തീരുമാനിച്ചാലേ പറ്റൂ, ഇല്ലെങ്കിൽ നടക്കുകയല്ല. നമ്മളിങ്ങനെ കണമണ കളിച്ചു നടത്താനും പറ്റത്തില്ല. നമുക്ക് അതിനുള്ള ഇത് വേണം. ഭയപ്പെടുക. ചിലർക്ക് പേടിയില്ല. പിന്നീടൊക്കെ ആലോചിക്കാം. കർത്താവ് ഇന്ന് വന്നാൽ എന്ത് ചെയ്യും? വരുകാലം നമുക്കാർക്കും പറയാൻ നോക്കുക. കർത്താവ് ടക്ക നീ പോന്നാ എന്ത് ചെയ്യും? നിനക്കാത്ത നാഴികയിൽ വരുമെന്നാ പറയുന്നേ. വാസ്തവത്തിൽ നമ്മൾ നനയ്ക്കുന്നൊന്നുമില്ല. അവിടെ ആരെങ്കിലും നനയ്ക്കുന്നുണ്ടോ കർത്താവ് ഇഞ്ഞ് വരുമെന്ന്? എന്റെ മോള് മറ്റന്നാ വരുമെന്ന് ഞാൻ നനച്ചിരിക്കുന്നു. കാരണം ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റ് ക്യാൻസൽ ആയി നടക്കൂല. 3 ഫ്ലൈറ്റ് മാറി കയറി വേണം വരാൻ. പക്ഷെ ഞാൻ ഉറച്ചിരിക്കുകയാണ്, ഷീൽ കം. നമ്മൾ ഇന്നും വിളിച്ചു, സംസാരിച്ചു, ഇപ്പോൾ ഓൺലൈനിലുണ്ട്, വരുമെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഇത്ര ഉറപ്പ് എനിക്ക് കർത്താവിന്റെ കേസിലുണ്ടോ? കർത്താവ് വരുമായിരിക്കും. ആർക്കറിയാം? നമ്മൾ ചിലപ്പോൾ ചത്തുപോലായിരിക്കും, കുറേ ദിവസം കൂടെ ഇരിക്കുമായിരിക്കും. കർത്താവ് നാളെ വരുന്നെങ്കിലോ, അല്ല ഇന്ന് വരുന്നെങ്കിലോ? അതുകൊണ്ടൊരു പേടി വേണം കേട്ടോ. ചിലർക്ക് ഒരു പേടിയില്ല. എന്തോ പേടിക്കാതിരിക്കുന്നു ഇവിടെ. ഞാൻ ഇതൊക്കെ കുറെ കണ്ടതാ. അവൻ നമുക്കൊന്നും ചെയ്യാൻ നോക്കൂല. അതാ വചനത്തിൽ പറഞ്ഞ, ഭോഷനെ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് അവില് പോലെ ഇടിച്ചാലും ഭോഷനം വിട്ടുമാറുകയല്ല. അവന്റെ അഹങ്കാരം വിട്ടുമാറുകയല്ല. അപ്പൊ ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ഭയപ്പെടണം. നമ്പർ 2, 11-ാം വാക്യം വായിക്കി. പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് 11-ാം വാക്യം. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്
നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ഉത്സാഹിക്ക. നമ്പർ 1 ഭയപ്പെടുക. നമ്പർ 2 ഉത്സാഹിക്ക. എന്തിനാ? സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കണം. നമ്മൾ ഉത്സാഹിച്ചാലേ നമുക്ക് സ്വസ്ഥത കിട്ടുള്ളൂ. പക്ഷേ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഞാൻ ക്രിസ്ത്യാനിയായെന്ന്, പിന്നെന്താ സ്വസ്ഥതയില്ലാത്തത്? കഴിഞ്ഞ രാത്രിയിൽ നമ്മളിവിടെ ക്ലാസിന്റെ ഡിസ്കഷനിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ദൈവസഭയിൽ പോകുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ദൈവസഭയിൽ പോകുന്നു. ദൈവസഭയിൽ പോകുന്നവർ ക്രിസ്ത്യാനികളല്ല. എന്തുകൊണ്ട് അവർക്ക് സ്വസ്ഥതയില്ല? യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റു പറയാതെ എങ്ങനെ സ്വസ്ഥത വരും? നമ്മളിപ്പോ പള്ളിയിലേക്ക് ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നത് എങ്ങനെയാ? ആൾക്കാരെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് കാണുമ്പോൾ പറയും, അയ്യോ ഭയങ്കര മുട്ടുവേദനയാണ്. നമ്മൾ പറയുമ്പോ മുട്ടുവേദന ഇപ്പൊ പ്രാർത്ഥിച്ച് ശരിയായി തരാം അല്ലേ? അവനെ സോപ്പിട്ട് നമ്മൾ വിളിച്ചോണ്ട് വരുമ്പോ അവന്റെ മുട്ടുവേദന മാറും. പിന്നെ അവൻ വിചാരിക്കും ഇനിയിപ്പോ എന്തായാലും മുട്ടുവേദന മാറിയല്ലേ, ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം. ഇല്ലെങ്കിൽ തലവേദനയായിരിക്കും, ഏതായാലും വേദനയായിരിക്കും. അങ്ങനെയുള്ളവരാണ് കൂടുതൽ അടുക്കുന്നത്. നമ്മൾ അതിനെ സോപ്പിട്ട് വിളിച്ചോണ്ട് വന്ന് 2 പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ വേദനയൊക്കെ മാറും. പിന്നെ അവർ പതുക്കെ നമ്മുടെ കൂടെ അണഞ്ഞ് നിൽക്കും. പിന്നെ നിൽക്കുന്ന ചുമ്മാ സ്നേഹത്തിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കല്യാണത്തിന് പോകും, ഇങ്ങോട്ട് കല്യാണത്തിന് വരും അല്ലേ? അങ്ങോട്ട് അതിന് പോവും, ഇങ്ങോട്ട് ഇതിന് പോവും. അങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇങ്ങനെ പോകും. ഇടയ്ക്ക് പിണങ്ങി അങ്ങ് പോകും, പിണങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകും. അവിടെ പൈസ ഉണ്ടാക്കുമ്പോൾ കൊണ്ടുവരും, നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കും അല്ലേ? ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമില്ല. യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയാതെ ദൈവമക്കളാവൂല. സ്നാനപ്പെട്ടാലും ദൈവമക്കളാവില്ല. സ്നാനപ്പെടുന്നതൊക്കെ ചുമ്മാ ഉടായ്പല് ചെയ്യാം അല്ലേ? എനിക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഇങ്ങനൊരു പ്രത്യേക സ്പെഷ്യൽ മീറ്റിംഗ് കൊണ്ട് സ്നാനപ്പെടാനുള്ള എല്ലാവരും കൂടെ തയ്യാറാവണം. കാരണം നമ്മൾ ടാങ്കിൽ വെള്ളം അടിക്കുകയാണ്. ഭയങ്കര പാടാണ് ടാങ്കിൽ വെള്ളം അടിക്കാൻ. ഇനി ഒരാളിന് വേണ്ടി ഞാൻ പിന്നെ അടിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ മാക്സിമം അരപ്പഴവും പഴുത്ത എല്ലാം കൂടെ ഇങ്ങോട്ട് തയ്യാറാവണം. നമുക്ക് മുക്കാം. എല്ലാത്തിനും കൂടെ നുള്ളിപ്പറക്കിയിട്ട് മുക്കി ഒറ്റ ബിരിയാണി എല്ലാവർക്കും കൂടെ കൊടുത്ത്, ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഇപ്പോൾ സ്നാനം പെട്ട് കഴിഞ്ഞാൽ ബിരിയാണി കൊടുക്കണം. സ്നാനപ്പെട്ടവരെ ഞാൻ ആലോചിക്കുകയാണ്, ദൈവമേ മെനക്കെടായാലും ഇത് പെടാതാണ് വിചാരിച്ചത്, പെട്ടു എന്നാ വേണ്ട. ചുമ്മാ കേട്ടോ, അങ്ങനെയൊന്നുമില്ല അല്ലേ? അതിങ്ങനെ ആരൊക്കെയോ പണ്ടിങ്ങനെ ചെയ്തു വെച്ചതാ. കാരണം പറഞ്ഞിട്ട് ഒരിക്കലും കേൾക്കാത്ത ആരോ ഇങ്ങനെ ഒത്തു വന്നപ്പോഴത്തെ സന്തോഷം കൊണ്ട് ബിരിയാണി കൊടുത്തതാ. പിന്നെ അതങ്ങ് സ്ഥിരം സിസ്റ്റമായി. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടോ നമ്മളിങ്ങനെ ഒപ്പിച്ചുകൊണ്ട് വെള്ളത്തിലിടുകയാണ്. അതിൽ കഥയൊന്നുമില്ല. ആളെ യേശുവിനെ രക്ഷകനായി തിരിച്ചറിഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിക്കണം. എന്നിട്ട് അനുസരിക്കാൻ തുടങ്ങണം. അയാളുടെ ക്രിസ്തീയ ജീവിതം അയാൾ മെയിൻറ്റെയിൻ ചെയ്യണം. അയാൾ വളർത്തണം. ഇല്ലെങ്കിൽ കഥയില്ല. അതാ നമ്മളിപ്പോ ഞാനിത് ഒരു റൗണ്ട് പിടിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഇത് കഥയില്ലാതെ പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വചനം പഠിത്തം തുടങ്ങിയത്. നമ്മൾ വചനം പഠിത്തം ഞാൻ പഠിപ്പിക്കും, മര്യാദയ്ക്ക് കേട്ടോണ്ടിരിക്കണം. അതും നടക്കൂല. ഇപ്പൊ നമ്മൾ ചർച്ചയാണ്, ഒരുമിച്ചിരുന്ന് വട്ടമിട്ടിരുന്ന് ചർച്ചയാണ്. ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ്. ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാവും. ഹൃദയത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിടാം അല്ലെ? അങ്ങനെ ഇതെന്താണ് ഇങ്ങനെ, അങ്ങനെ ചോദിക്കണം, അങ്ങനെ പഠിക്കണം. ഇരുന്ന് നമ്മൾ അങ്ങനെ പഠിച്ച് നിശ്ചയം പ്രാപിച്ചിട്ട് കർത്താവിൽ ഉറച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ഒരു ഒപ്പീരിലൊന്നും വിശ്വസിക്കേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് ഒരു മുസ്ലിം പറയുകയാണ്, ക്രിസ്ത്യാനികളുടെ സഭകളൊക്കെ പൂട്ടിപ്പോവുകയാണ്, നല്ല ശതമാനം യൗവനക്കാർ ചർച്ച വിട്ടു പോകുന്നു, നമുക്ക് അവരുടെ ചർച്ച് മൊത്തത്തിൽ വാങ്ങിക്കണം, അവരെല്ലാം ഇസ്ലാമാക്കണം. കാരണം അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആയാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നാണ്. അതുകൊണ്ട് അവർ ചിന്തിക്കുന്ന തെറ്റായ കാര്യമല്ല. അപ്പൊ അവർ പറയുന്നത് യൂത്ത്സ് എല്ലാം വിട്ടുപോവുകയാണ്. ശരിയാണ്, സഭകളിൽ യൂത്ത്സ് വിട്ടുപോകുന്നത്. എന്താ കാരണം? ഇതെന്താ സാധനം എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താലേ അവർ വരത്തുള്ളൂ. എത്ര പേർക്കറിയാതെ എന്താ സാധനമൊന്നും? യേശു ക്രിസ്തു എന്താണ്, നിത്യജീവൻ എന്താണ്, ഈ സംഭവത്തെക്കുറിച്ച് എത്രത്തോളം ഈ സ്വസ്ഥത എന്താണ്? ഞാനിപ്പോ വളരെ ഡിസ്കഷനുകൾ പലതും നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. സംഭവം ഒരു ഉദ്ദേശം വെച്ച് ഇങ്ങനെ പോവുകയാണ്. കൈയടിക്കാൻ പറയുമ്പോൾ കൈയടിക്കും, പാടാൻ പറയും പാടും, കൈ പൊക്കാൻ പറയും പൊക്കും, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, അബൌട്ട് ഹാൻഡ്, സിറ്റ് ഡൗൺ അല്ലേ? അല്ലേ? ഇപ്പോ നമ്മളൊരു പാട്ട് പാടുമ്പോൾ സൂത്ര കാഴ്ച എടുക്കും. പിന്നെ സൂത്ര കാഴ്ച സൂത്ര കാഴ്ച അല്ലെ? പുള്ളി സൂത്രത്തിൽ അത് കഴിഞ്ഞ് വാങ്ങി. എന്നിട്ട് ഒരു പാട്ടുകൂടെ പാടി ഒരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുക്കും അല്ലെ? വചനം പറയുന്നുണ്ട്, എന്റെ ജനത്തിന് ഇത് ഇഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശല്യമല്ല, കൊള്ളാം. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതൻ ഒറ്റ കൈയായി നിൽക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊന്നും കൊള്ളുകയല്ല.
അവൻ എന്ത് ചെയ്യണം? അടിസ്ഥാനത്തിൽ നിന്നേ സംഭവം ശരിയായാലേ നടക്കുള്ളൂ. ഇതിന്റെ പുറത്ത് കതിരിന്മേലുള്ള കളി കൊണ്ടൊന്നും കാര്യം നടക്കുകയല്ല. അടിസ്ഥാനത്തിൽ നിന്ന് സംഭവം ശരിയാവണം. സ്തോത്രം. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? എല്ലാം ദുഃഖിതരും ക്ഷീണിതരുമാണ്. അപ്പൊ നമ്പർ 1 ഭയപ്പെടുക. നമ്പർ 2 ഉത്സാഹിക്കുക. നമുക്ക് ഉത്സാഹം വേണം. എടാ, എനിക്ക് സ്വസ്ഥമായിട്ട് എനിക്ക് നിത്യത്തിൽ പോകണം. ഒരു പ്രശ്നവും എന്നെ മേയാൻ പറ്റില്ല. നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, വെപ്രാളം വരുന്നു. എന്ത് വെപ്രാളം? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടണം. എല്ലാ വെപ്രാളവും മാറണം, എല്ലാ പ്രതിസന്ധിയും മാറണം, എല്ലാ ടെൻഷനും മാറണം. എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു, എല്ലാ തകർച്ചയും മാറണം. ഇതിനെല്ലാം പറ്റിയ ഔഷധമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ലെറ്റ്സ് മൂവ്. 14 വാക്യം. ആകയാൽ ദൈവപുത്രനെ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളാം. മുറുകെ പിടിക്കുക. നമ്മുടെ സ്വീകാര്യം, നമ്മുടെ കർത്താവിനെ മുറുകെ പിടിക്കുക. വേണ്ട, മുറുകെ പിടിച്ചാലേ നടക്കുള്ളൂ. നമ്മൾ വിട്ടുവിട്ട് പിടിച്ചാൽ നടക്കുകയല്ല, അല്ലേ? കർത്താവിനെ മുറുകെ പിടിക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ കർത്താവിനെ മുറുകെ പിടിക്കുക. റൈറ്റ്. ദി ലാസ്റ്റ് വൺ, 16 വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. അടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ ചെല്ലാൻ. ധൈര്യത്തോടെ. നിങ്ങൾ അറിയണം, ഈ കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയെന്നറിയാവോ? സമാഗമന കൂടാരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന സ്ഥലമാണ്. സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളാണ്. പുറത്തൊരു മുറ്റമുണ്ട്. ആ മുറ്റത്തിന്റെയും വെളിയിലാണ് മതിൽ കെട്ടിയിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ ജാതികളാ. അതിനകത്ത് ചാണകമിടുന്ന മുറ്റം, അതിനകത്ത് തൊഴുത്ത് പശുവിനെ കെട്ടുന്ന മുറ്റം, അതിനകത്ത് സ്ത്രീകൾക്കുള്ള മുറ്റം, അതിനകത്ത് പുരുഷന്മാർക്കുള്ള മുറ്റം, അതിനകത്ത് യഹൂദന്മാരുടെ, ഇസ്രായേലിലെ പുരോഹിതന്മാർക്ക് നിൽക്കുന്ന മുറ്റം, അതിനകത്ത് പുരോഹിതന്മാർക്ക് മാത്രം കയറാൻ പറ്റുന്നുള്ള മുറ്റം, അതിനകത്ത് മെയിൻ പുരോഹിതന്മാർക്ക് കയറി ശുശ്രൂഷിക്കാൻ പറ്റുന്നുള്ള സ്ഥലം, അതിനാണ് പരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് അതിപരിശുദ്ധ സ്ഥലം, അവിടെ മഹാപുരോഹിതന് വർഷത്തിൽ 1 കയറാൻ പറ്റും. അവിടെയാണ് ഈ കൃപാസനം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പിടികിട്ടി കാണുമെന്തോ? മഹാപുരോഹിതന് വർഷത്തിലൊരിക്കൽ കയറാൻ പറ്റുന്നുള്ള ഒരു സ്ഥലം, അതിന്റെ വെളിയിൽ പുരോഹിതന്മാർക്ക് ഡെയിലി കയറാൻ പറ്റുന്നുള്ള സ്ഥലം, അതിന്റെ വെളിയിൽ എല്ലാ പുരോഹിതന്മാർക്കും നിൽക്കാൻ പറ്റുന്ന സ്ഥലം, അതിന്റെ വെളിയിൽ ആണുങ്ങൾക്കുള്ള മുറ്റം, അതിന്റെ വെളിയിൽ സ്ത്രീകൾക്കുള്ള മുറ്റം, അതിന്റെ വെളിയിൽ തൊഴുത്ത് കെട്ടുന്ന മുറ്റം, അതിന്റെ വെളിയിൽ ചാണകമിടുന്ന മുറ്റം, അതിന്റെ വെളിയിൽ വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലിയുടെ വെളിയിൽ നിൽക്കുന്ന ജാതികളായ നമ്മൾ. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടെ സംഭവിച്ചത് കൃപാസനത്തിന്റെ അവിടെയുള്ള തിരശീല 2 പോകുന്നു. വെളിയിലുള്ള വേർപാടിന്റെ ചുമര് 2. വലിയ വഴി തുറന്നു കിട്ടി. നമ്മുടെ അടുത്ത് പറയാ, ആർക്ക് വേണമെങ്കിലും നേരെ കൃപാസനത്തിന്റെ അടുത്ത് എല്ലാം ധൈര്യത്തോടെ ചെല്ലാൻ. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ചെന്നിരുന്ന സ്ഥലത്ത് ധൈര്യത്തോടെ കയറി ചെല്ലാൻ. നെഞ്ചിടിക്കൂലേ കയറി ചെല്ലാൻ? ധൈര്യമുണ്ടോ? ആ ധൈര്യമാണ് കർത്താവ് നമുക്ക് തരുന്ന ധൈര്യം. ആ കൃപാസനത്തിനകത്ത് അടുത്ത് ചെല്ലാനുള്ള ധൈര്യം. ആടിന്റെ രക്തം കൊണ്ട് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ചെന്നിരുന്നെടുത്ത് ഒരാടിന്റെയും രക്തമില്ലാതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും ചെല്ലാനുള്ള പ്രവേശനം ലഭ്യമായ സ്ഥലം. ഇത്രയും വഴി തുറന്നിട്ട് തന്നിട്ടും സ്വസ്ഥത ഇല്ലെന്ന് പറഞ്ഞാൽ ഇനി എവിടെ കിട്ടും നിങ്ങൾക്ക് സ്വസ്ഥത? ഇത്ര മഹത്വമുള്ളിടത്തേക്ക് ഒരു നയാ പൈസ ചെലവില്ലാതെ ധൈര്യത്തോടെ ചെല്ലാൻ വാതിൽ തുറന്നിട്ട് തന്ന, ജീവനുള്ള പുതുവഴി തുറന്നിട്ട് തന്നിട്ടും സ്വസ്ഥത കിട്ടുന്നില്ലെങ്കിൽ ഇനി ലോകത്തിൽ എന്ത് തന്നാൽ സ്വസ്ഥത കിട്ടും? കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ ഈ പകലിൽ നമുക്ക് തയ്യാറാവാം. 1 ഭയപ്പെടുക, 2 ഉത്സാഹിക്കുക, 3 മുറുകെ പിടിക്കുക, 4 അടുത്ത് ചെല്ലുക. ഈ പ്രഭാതത്തിൽ നമുക്കതിന് തയ്യാറാകാം, വിശ്വസിക്കാൻ തയ്യാറാകാം, അനുസരിക്കാൻ തയ്യാറാകാം. കഠിനമാക്കാതെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവാൻ തയ്യാറാകാം, സ്വസ്ഥമാക്കാൻ തയ്യാറാകാം. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം.
എല്ലാ കണ്ണുകളും ദൈവസന്ധി മൂടാം. ഓ റിബമനരകമനകദുരജനകസ്യ. Thank you, Lord. Hallelujah. Thank you, Jesus. മിത്രമഹത്വമുള്ള പാദവിയെ ഈ പുഴുക്കൽ കരുളാൻ. ഇത്രമഹത്വമുള്ള പാദവിയെ പുഴുക്കൽ കരുളാൻ. അത്രതായതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമഹോ. അത്രതായതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമഹോ.